അതേപോലെ തന്നെ നരസിംഹത്തിൽ തിലകൻ ലാലേട്ടനെ ഒഴിക്കുന്ന പോലെ എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? അതേപോലെ എന്താണ് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഏവർക്കും നമസ്കാരം. വിശാഖ് പാവുമ്പയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ ഓച്ചിറ എന്ന ഗ്രാമത്തിലാണ്. അവിടെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരത്തിൻ്റെ മണ്ണിലാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. എന്നോടൊപ്പം ഉള്ളത് രഞ്ജിത്ത് സാറാണ്, ചലഞ്ചർ ആപ്പിൻ്റെ അക്കാഡമിക് ഹെഡാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് കാഷ്വലായി സംസാരിക്കാനാണ്. അതായത് രഞ്ജിത്ത് സാറും ഞാൻ ചലഞ്ചർ ആപ്പിലോട്ട് വന്നതിന് ശേഷം ഒരു 180 ദിവസം കടന്നു പോയിരിക്കുന്നു. അപ്പോൾ ഈ 150 ദിവസത്തിൽ സാറിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്, കൂട്ടത്തിൽ എനിക്കും. അതേപോലെ കുറേയധികം സാറിൻ്റെ അനുഭവങ്ങൾ സാറിന് പറയാനുണ്ട്. അങ്ങനെ കുറേയധികം കാഷ്വലായിട്ടുള്ള സംസാരത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ആൾത്തറ ഇരിക്കുമ്പം നല്ലൊരു ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് സാറിന് വളരെയധികം ആശ്വാസത്തോടെ സമാശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രഞ്ജിത്ത് സാർ, വെൽക്കം. ഓക്കെ സാറേ, ഞാൻ സാർ ഒരു 5 മാസമായിട്ട് മറ്റൊരു പ്രമുഖ ആപ്പിൽ നിന്നും ഇറങ്ങി ലിബറലായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സാറിനെ ഒരു 10ഓളം ആപ്പുകൾ സമീപിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതെ. അപ്പം സാർ തിരഞ്ഞെടുത്തത് ചലഞ്ചർ ആപ്പാണ്. എന്തുകൊണ്ട് മറ്റ് ആപ്പുകളില്ല, പകരം ചലഞ്ചർ ആപ്പിലോട്ട് സാർ കടന്നു വന്നു എന്നതിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും. വിശാഖിനറിയാം, മറ്റൊരു ആപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാനൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലാവുന്നൊരു കാര്യം, ഇതൊരു ലൂപ്പാണ്, ഇതൊരു ചുരുളിയാണ്. ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഒരുപാട് ആപ്പ് എന്നെ വന്ന് വിളിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് കൂടുതൽ ആൾക്കാർ വിളിച്ചത്. കാരണം ഞാൻ അറിയപ്പെടുന്നൊരു ഇംഗ്ലീഷ് അധ്യാപനമായിട്ടാണ്. 2-3 പ്രധാനപ്പെട്ട ആപ്പുകൾ, വലുതും ചെറുതുമായിട്ടുള്ള ആപ്പുകൾ അക്കാഡമിക് ഹെഡ് ആക്കാം എന്നും പറഞ്ഞ് വന്നിരുന്നു. അപ്പം ചലഞ്ചർ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അത് വിശാഖിന് തന്നെ അറിയാം, നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് ചലഞ്ചർ. അതുമാത്രമല്ല, 7-8 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. 8 വർഷം ഒരു ആപ്പ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അതുകൊണ്ടാണ്. അതുമാത്രമല്ല, അതിൻ്റെ ഇൻ്റർഫേസ്, ആപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം, സോഷ്യൽ മീഡിയ ശോകമായിരുന്നു, അത് സത്യമുള്ള കാര്യമാണ്. പക്ഷേ ആപ്പ് സൈഡ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അത്രമാത്രം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുനാഗപ്പള്ളിയിൽ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളാണ്. എൻ്റെ പ്രദേശത്തിരുന്ന് എൻ്റെ വീട്ടിൽ ഫാമിലിയിൽ കൂടുതൽ ചിലവഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലിയാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്ത് തരാം, നമുക്കൊരു ടീം അവിടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പം അതെനിക്ക് വളരെ ആശ്വാസമായിട്ട് തോന്നി. എനിക്ക് ഉച്ച സമയത്ത് വീട്ടിൽ പോവാം, ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാം. ഇതൊക്കെയായിരുന്നു ആഗ്രഹം. പിന്നെ നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഫ്രീഡമാണ്, കംപ്ലീറ്റ് ഫ്രീഡമാണ്. ഇവിടെ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വേറൊരാൾ ഇടപെടാറില്ല. ആ ഫ്രീഡം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അത് വിശാഖിനും അറിയാം. വിശാഖും വളരെ ഈ ജോലി ചെയ്യുന്നത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ്. ഈ 4 കാരണങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒരു സമ്മർദ്ദിത മേഖലയിൽ നിന്നും ഫ്രീഡം ഉള്ള ഒരു മേഖലയിലോട്ട് കടന്നു വന്ന പോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ആള് കൂടിയ പാമ്പ് ചാവില്ലെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന, അവിടെ ഭരിക്കാൻ ആളില്ല. ഓരോരുത്തരോരോ സജഷൻ പറയുന്നു, അനുസരിച്ച് ചെയ്യുന്നു. ഓക്കെ സാർ, അടുത്തതായിട്ട് സാർ ഇപ്പം കടന്നു വന്നപ്പം എന്താണ് ചലഞ്ചർ ആപ്പ് എന്ന് ഒരുപക്ഷേ സാറിന് നല്ല കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കില്ല. സാർ വന്നപ്പോൾ പോലും കുറേയധികം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് ആപ്പിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞത്. അതെ. അപ്പം സാറ് വന്നപ്പം സാറിന് തോന്നിയ ഒരു വെല്ലുവിളികൾ, അതായത് ചലഞ്ചർ ആപ്പിലോട്ട് കയറുന്നപ്പം ആദ്യമായിട്ട് നേരിട്ട വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? തീർച്ചയായിട്ടും കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആപ്പിൻ്റെ സൈഡിൽ നിന്നും ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. പ്രധാനമായിട്ടും കരുനാഗപ്പള്ളിയിലോട്ട് സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കത്തില്ല. അപ്പോഴാണ് ഇതെല്ലാം സെറ്റായതിനു ശേഷം ക്ലാസ്സുകൾ ആരംഭിക്കാം, നമുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാൽ സമയം പോത്തേയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വന്ന വീഡിയോസിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ കൊടുക്കുന്നൊരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് ഉദ്യോഗാർത്ഥികൾ സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മുടെ നാട്ടിലൊരു മാത്സ് അധ്യാപകനുണ്ട്. അദ്ദേഹം HSA ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അദ്ദേഹത്തിന് 900ഓളം
900-ഓളം ഉദ്യോഗാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ഈ ഓൺലൈൻ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ക്ലാസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് ബോർഡിൻ്റെ മുമ്പിൽ ഇന്ന് പഠിപ്പിച്ചാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് പത്തായത്ത് നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് മൂന്നാറൊന്നും വരും എന്ന് പറയുന്നത് പോലെ നല്ല ക്ലാസ് കൊടുത്താൽ ഉദ്യോഗാർത്ഥികൾ കാണും. അത് പോരായ്മകളുണ്ടായിരുന്നു ടെക്നിക്കൽ സൈഡിൽ, അത് പെർഫെക്റ്റ് ആവാൻ കുറേ സമയം എടുക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഡിജിറ്റൽ ബോർഡ് സെറ്റായി ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് വന്നു. അവിടെ പിന്നെ തിരുവനന്തപുരത്തുള്ളവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പുതിയ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാലതാമസം വന്നപ്പം പക്ഷേ നമ്മൾ ക്ലാസ് മുടക്കാതെ തന്നെ സോഷ്യൽ മീഡിയ ആക്റ്റീവാക്കി മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ ഒരു തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ആദ്യം ഞാനിട്ട ആ ക്വാളിറ്റി ഇല്ലാത്ത ക്ലാസ് ഉണ്ടല്ലോ, അതായത് എന്താണ് ടെക്നിക്കലി പെർഫെക്റ്റ് ഇല്ലാത്ത ക്ലാസ് 50K ആയി ഈ അടുത്ത സമയം. അതെ അതെ. അപ്പം പിന്നെ ക്ലാസ് നല്ലതാണെങ്കിൽ അവർ ചലഞ്ചർ ആപ്പിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ 50K ആണെന്ന് തോന്നുന്നു. അതെ അതെ തീർച്ചയായിട്ടും. മറ്റൊരു ക്ലാസ്സുകൾ അത്ര 50K വന്നിട്ടില്ല. സോഷ്യൽ മീഡിയ ശോകമായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ആപ്പിലെ അധ്യാപകരെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ വിഷയവും നമുക്ക് അധ്യാപകരുണ്ട്. പക്ഷേ ഇപ്പോഴും ആപ്പിൽ ക്ലാസ് എടുക്കുന്ന പല അധ്യാപകരെയും സോഷ്യൽ മീഡിയയിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം എല്ലാവരും തിരുവനന്തപുരം ബേസ്ഡ് ആണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. എല്ലാവരും ഇതിനകത്തോട്ട് വരാൻ വില്ലിങ്ങും അല്ല. ആപ്പ് സൈഡാണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു പോകുന്നത്. എങ്കിലും നമ്മൾ ആ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടീം സെറ്റായി വരിക എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി നമ്മൾ പെട്ടെന്ന് തുടങ്ങുമ്പോൾ ഒരു പുതിയ ആപ്പ് തുടങ്ങുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റുഡിയോ തുടങ്ങുന്നു. ആദ്യം ഞാൻ മാത്രം വന്നിരിക്കുന്നു, പിന്നെ പതുക്കെ ഓരോരുത്തർ വരുന്നു. ഇപ്പോഴാണ് പിന്നെ വിശാഖ് വരുന്നു, രാജേശ്വരി മിസ് വരുന്നു. അപ്പോൾ കുറേ നാളെടുത്തു, ഒരു 1.5 മാസം എടുത്തു ഇതൊന്ന് സെറ്റായി വരാൻ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കൊന്ന് ആയി വരാൻ സമയമെടുത്തു. അപ്പം ആപ്പ് സൈഡ് സ്ട്രോങ് ആണ്, സോഷ്യൽ മീഡിയ സൈഡും കൂടെ സ്ട്രോങ് ആയി വന്നപ്പോഴത്തേക്ക് സെറ്റായി വന്നു. അതാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ അണ്ണൻ ഈ ചലഞ്ചർ ആപ്പിലോട്ട് വന്നപ്പോൾ നേരിട്ട ചലഞ്ചിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ 5 മാസങ്ങൾക്ക് ഇപ്പുറം ആ ചലഞ്ചസ് എല്ലാം തന്നെ ഓവർകം ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പോൾ അണ്ണൻ ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം. വിശാഖനും തോന്നില്ല? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കമന്റുകളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ പേര് ചലഞ്ചർ എന്നുള്ള പേര് ഇപ്പം നമുക്കുണ്ടായിരുന്നൊരു ഓഡിയൻസ് മാത്രം ഒരു വലിയ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഏകദേശം 51 സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഉറങ്ങിക്കിടന്നൊരു സോഷ്യൽ മീഡിയ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി, അത് അധ്യാപകർ മാത്രമല്ല, ഇതിൻ്റെ പിന്നിലൊരു ടീമുണ്ട്, ഒരു അക്കാഡമിക് വിങ്, ഇവരെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു 80,000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹഷിമിനെ പോലുള്ളവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് 70,000 ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ ആപ്പ് ഡൗൺലോഡ്സ് പലർക്കും അറിയാത്തൊരു കാര്യം, 14 ലക്ഷത്തോളം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ വന്നതിൻ്റെ പേരിലൊന്നും അല്ല, 13 ലക്ഷത്തിന് മേളിലുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആൾക്കാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. അത് മാത്രമല്ല അഡ്മിഷൻ, ചരിത്രത്തിലെ വലിയ അഡ്മിഷനുകൾ നമുക്ക് ഡിസംബറിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നമുക്ക് നല്ല അഡ്മിഷൻ വന്ന ഒരു സമയമെന്ന് പറഞ്ഞ്, അത് നമ്മൾ കൊണ്ടുവന്നൊരു മാറ്റമായിട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ആപ്പ് സൈഡ് സൂപ്പറാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ക്ലാസ് കൊടുത്ത് അവയർനെസ് കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മാറ്റം അത് വളരെ വലുതാണ്. നമ്മുടെ കോഴ്സുകളും എല്ലാം സൂപ്പറാണ്. വന്ന ഒരാളും ഒരിക്കലും എന്ത് ചെയ്യില്ല, നെഗറ്റീവ് പറയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഒരു വലിയ ഫ്യൂച്ചറുള്ള ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം 7 വർഷമൊക്കെ ഒരു ആപ്പ് നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സക്സസ് ആണ്. കാരണം ഇത്രയും ആൾക്കാരെ ജോലിക്കാരും ഉള്ള ഒരു സ്ഥാപനം നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, ചെറിയൊരു കാര്യമല്ല, വലിയൊരു സക്സസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇനി. അപ്പം അണ്ണാ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അണ്ണൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു 7-8 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആപ്പാണ് ചലഞ്ചർ ആപ്പ്. അതെ. ഒരു പക്ഷേ ഒരുപാട് ഉദ്യോഗാർത്ഥികളിലോട്ട് എത്തുന്നത് ഇപ്പോൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ചലഞ്ചർ ആപ്പിനോടൊപ്പം നിലവിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സജീവമായിട്ടുള്ള ഒരുപാട് ആപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം വരും കാലത്ത്, അതായത് PSC അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റീവ് മേഖലകളിൽ ഈ ആപ്പുകൾ ഇനി വരും കാലത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആപ്പുകളുടെ ഭാവി എന്തായിരിക്കും എന്നൊന്ന് ചുരുങ്ങിയ വാക്കുകൾ പറയാമോ? എൻ്റെ നിഗമനം ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ഞാൻ ചിന്തിക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിശാഖം ചിന്തിക്കുന്നത് സമമായിട്ടായിരിക്കും, എനിക്കറിയാതെ. അപ്പം നമ്മൾ ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന സമയത്ത് 6 വർഷത്തിന് മുമ്പ് നമ്മൾ ഒരുമിച്ചാണ് ഈ മേഖലയിലോട്ട് ആദ്യമായിട്ട് പോകുന്നത്. പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്, മറ്റൊരു ആപ്പിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ ഈ ആപ്പുകളെക്കുറിച്ച് അറിയാൻ തുടങ്ങുന്നത്. അപ്പം നമ്പർ 1 ആയിട്ട് നിന്ന ആപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅക്കാഡമിയും ബൈജൂസും ഒക്കെയാണ്. ബൈജൂസ് PSC മേഖലയിലല്ല, അൺഅക്കാഡമി അന്ന് PSC മേഖലയിലായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു അൺഅക്കാഡമി PSC മേഖലയിൽ അതിൻ്റെ ഒരു ശോഭ, അത് പെട്ടെന്ന് പോവുകയും ഇപ്പം എനിക്കറിയില്ല അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് പോകുന്നത് എനിക്കറിയില്ല. ബൈജൂസ് ആപ്പും എനിക്ക് തോന്നുന്നു ഇല്ലാതായിപ്പോയി. പിന്നെ കയറി വന്ന ഒരാപ്പായിരുന്നു നമ്മൾ ജോലി ചെയ്തൊരു ആപ്പ്. അതിനുശേഷം വേറൊരു ആപ്പ് കയറി വരുന്നു, കേരളത്തിലെ നമ്പർ 1 ആപ്പുകളായിട്ട് നിലനിൽക്കുന്നു. 2019 മുതൽ ചലഞ്ചർ ഇതിനോടൊപ്പം തന്നെ ഉണ്ട്.
അന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കോവിഡ് വന്നതാണ് ഈ ആപ്പുകളെല്ലാം പെട്ടെന്ന് കയറിയുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ബൂമിന് അതായത് കോവിഡ് വന്ന സമയത്ത് പിന്നെ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ആവുന്ന സമയത്ത് എല്ലാവരും ഓൺലൈനിലേക്ക് വരുന്നു. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ 2026 എത്തി നിൽക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ്, ആപ്പ് ഉപയോഗിക്കുന്നവരാണ്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒന്നിലധികം ആപ്പുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, വെല്ലുവിളിയുണ്ട്, കോമ്പറ്റീഷനുണ്ട്. കാരണം ഇപ്പം അന്ന് നമുക്ക് വിരലിലെണ്ണാവുന്ന ആപ്പുകൾ മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് നമുക്ക് 90ഓളം PSC മേഖല ആപ്പുകളുണ്ട്. അത് മാത്രമല്ല ഓരോ പരീക്ഷയും ബേസ് ചെയ്തുള്ള ആപ്പുകളുണ്ട്. ഇപ്പം ഈ പറയുന്ന CSEBക്ക് വേണ്ടി പ്രത്യേകം മാത്രം ഉള്ളതുണ്ട്, SSC RRBക്ക് വേണ്ടി പ്രത്യേകമുണ്ട്, ചിലപ്പോൾ ഒരു പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്ത ആപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഭാവി എന്ന് പറയുന്നത്, ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കൊടുക്കുന്ന ക്ലാസ്സുകളുടെ കണ്ടന്റ് അനുസരിച്ചായിരിക്കും. ഉദ്യോഗാർത്ഥികൾ പിന്നോട്ട് പോകാനോ ഇതിൻ്റെ ഒരു താല്പര്യം കുറയാനോ ഒന്നും ഇനി വരുന്ന കാലങ്ങളിൽ കുറയില്ല, കൂടത്തേ ഉള്ളൂ. ബട്ട് എണ്ണം കൂടുന്നുണ്ട്, ആപ്പുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇനി ഒരു വലിയ ഒരു വിപ്ലവകരമായ മാറ്റമൊന്നും ഇനി വരുന്ന പുതിയ ആപ്പുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ്. പിന്നെ ചലഞ്ചറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ നോക്കുന്ന സസ്റ്റൈനബിലിറ്റിയാണ്. 2019 മുമ്പ് തന്നെ വന്നൊരു ആപ്പ് ഇത്രയും കാലം നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം സംതിങ് ഈസ് ദെയർ, എന്തോ ഉണ്ട്, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ ഒരു പുതിയ ആപ്പ് തുടങ്ങുന്നു, വിശാഖ ഞാനൊരു ആപ്പ് തുടങ്ങുന്നു, 2 വർഷം സ്ഥിരമായിട്ട് നിന്നതിന് ശേഷമേ അത് വിജയമാണോ പരാജയമാണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റും, എത്താൻ കഴിയും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വന്ന് പെട്ടെന്ന് താഴ്ന്നു പോകുന്നതിൽ അർത്ഥമില്ല. നിലനിൽക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു ഇത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചലഞ്ചറിനോട് ഒരുപാട് പ്രതീക്ഷയുള്ളത്. കാരണം ഈ ഓരോ മാസം കഴിയുന്തോറും ഞാനും വിശാവും ഒക്കെ കൂടുതൽ ഇത് പെർഫെക്റ്റ് ആയി വരുന്നു എന്ന് ചിന്തിക്കുന്നതാണ്, താഴോട്ട് പോകുന്നില്ല. ഇപ്പം ഞാൻ വിശാലോട് പറഞ്ഞ ഈ ജസ്റ്റ് വീഡിയോ ക്ലാരിറ്റി കണ്ടാൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പറയാൻ മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞ കുറ്റം പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മൾ മൈക്ക് ശരിയാവുന്നില്ല സാറേ, വീഡിയോ ക്ലാരിറ്റി ഇല്ല സാറേ, ഞാൻ പറയട്ടെ, ഞാൻ അന്നേരം വിശാലോട് വിഷയം പറയട്ടെ, ഇവർ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിയട്ടെ. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും മുകളിലോട്ട് പോകുവാണല്ലോ എന്ന് ഉദ്യോഗാർത്ഥികൾ പറയും. ഇപ്പം മാറ്റം ഉണ്ടെന്നേ പറയും. അല്ലാതെ പണ്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പം ശോകമാണെന്ന് ആരും പറയില്ല. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം. അത് ക്ലാസ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും പെർഫെക്റ്റ് ആവാനുണ്ട്, നമ്മൾ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടില്ല. ആപ്പുകളുടെ ഭാവി കണ്ടറിയണം, അത്രയേ ഉള്ളൂ. അത് കഴിവുള്ളവർ നിലനിൽക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, വിശാഖ് എന്നോട് ഇത്രയും ചോദ്യം ചോദിച്ചില്ലയോ? അപ്പോൾ വിശാഖ് എന്നോടൊപ്പം തന്നെ വന്നതാണ്. ഞാൻ വന്ന് ആദ്യം കൊണ്ടിരുന്ന വിശാഖിനെയാണ് കരുനാഗപ്പള്ളി സ്റ്റുഡിയോയിലോട്ട് ആദ്യം കൊണ്ടിരുന്നത്. അപ്പം വിശാഖിൻ്റെ എക്സ്പീരിയൻസ്, 4.5 മാസത്തോളം വിശാഖ് ഇവിടെ ജോലി ചെയ്തു. അപ്പം വിശാഖിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് എനിക്ക് ചലഞ്ചിലുണ്ടായത്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആപ്പിനെ കുറിച്ചുള്ളൊരു മതിപ്പാണ്. അതെ, കാര്യം യൂസർ ഫ്രണ്ട്ലി, ഇത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ആപ്പ് എനിക്ക് തോന്നുന്നില്ല മറ്റ് കേരളത്തിൽ ഒരിക്കൽ ഉണ്ടായിട്ടില്ല. ഇനി ഒരു പക്ഷേ ഉണ്ടാകാനും പോകുന്നില്ല. അഥവാ ഉണ്ടായാൽ പോലും ചലഞ്ചറിനെ കോപ്പി ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അത്രത്തോളം ഫ്രണ്ട്ലിയാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. കാര്യം നമ്മുടെ ആപ്പ് എങ്ങനെ എത്ര ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ അതിനെക്കുറിച്ച്. അതേപോലെ മറ്റൊന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ വർക്ക് ഫ്രീഡമാണ്. മറ്റൊരിടത്തും നമുക്ക് ലഭിക്കാത്ത നല്ലൊരു സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. പല നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന എല്ലാ അധ്യാപകരുടെയും ഒരേപോലുള്ള ഒരു അഭിപ്രായമാണ് വർക്ക് ഫ്രീഡം എന്നുള്ളത്. അത് നല്ല വർക്ക് കൾച്ചറാണെന്നാണ് എല്ലാ അധ്യാപകരും അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇത് തന്നെയാണ് എനിക്ക് ആദ്യം കടന്നു വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് എനിക്ക് തുടർന്ന് വർക്ക് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നത്. അപ്പം അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആജ്ഞകൾ നമ്മളിൽ നിന്ന് തന്നെയാണ്, അല്ല മറ്റാരും നമ്മളെ ആജ്ഞാപിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർച്ചയായിട്ടും നല്ലൊരു ആപ്പാണ്. മാത്രമല്ല ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം മമതയുള്ള അല്ലെങ്കിൽ മതിപ്പുള്ള ഒരു ആപ്പാണെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കാര്യം 13 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഡൗൺലോഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു ആപ്പാണെന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ വൈകിപ്പോയെന്ന് പറയാം. അപ്പം അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ വേണ്ടുവോളം ഉപയോഗിച്ചിരുന്നൊരു ആപ്പാണ്. അപ്പം നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ഞാൻ സാറിനോട് നന്ദി പറയുന്നു. ഓക്കെ, വിശാഖ് വന്നത് എനിക്കൊരു സപ്പോർട്ടായിരുന്നു തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ ഒരുപാട് ഒരുമിച്ച് ജോലി ചെയ്തവരാണ്, ഓഫ്ലൈനിലും ഓൺലൈനിലും. അപ്പോൾ സമാന മനസ്കരായ ആൾക്കാർ വരിക എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് രാജേഷിനെ മിസ്സും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ തേടി കണ്ടുപിടിച്ചത്. അപ്പോൾ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ വിശാഖിൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യവുമായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും നല്ല മാത്സ് ക്ലാസ്സുകൾ വിശാഖ് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് വിശാഖിന് ചോദിക്കാനുള്ളത്? അപ്പം അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും സംശയമുണ്ട്, നമ്മുടെ പക്കൽ എന്തെല്ലാം കോഴ്സുകളുണ്ട്, അതെങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ അറിയാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഏതെല്ലാം കോഴ്സുകളാണ്, അത് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും. ഈ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ഞാൻ ചലഞ്ചർ ആപ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വലിയ ആപ്പ്, ആ ആപ്പിലുള്ള എല്ലാ കോഴ്സുകളും ചലഞ്ചർ ആപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കവിടെ ക്ലാസ് റീപ്ലേസ് ചെയ്യുക, പഴയ ക്ലാസ്സുകൾ റീപ്ലേസ് ചെയ്യുക എന്നതിനപ്പുറത്ത് ആപ്പിലൊന്നും ചെയ്യാനില്ല. അവിടെ ഒരു അക്കാഡമിക് കോർഡിനേറ്റർ ഉണ്ട്, വളരെ വൃത്തിയായിട്ട് രാജീവ് ആ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ രാജീവ് വിളിച്ച് ചോദിക്കുന്നത്, സാർ ഈ ക്ലാസ്സിൻ്റെ കുറവുണ്ട്, ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ പഴയതാണ്, മാറണം. അധ്യാപകരെല്ലാം ആൾറെഡി സെറ്റാണ്, നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് സാറ് അധ്യാപകരെ കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ്. അല്ലെങ്കിൽ ഷോർട്ടേജ് വരുമ്പോൾ രാജീവ് പറയുന്നത് അത് ചെയ്തു കൊടുക്കുന്ന അല്ലാതെ ഒന്നും ചെയ്തില്ല. അപ്പോൾ കോഴ്സുകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനും തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആൾറെഡി നമ്മൾ വരുമ്പോൾ PSCയുടെ എല്ലാ കോഴ്സുകളും ഉണ്ട്, LDC മുതൽ KS വരെ എല്ലാം ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോഴ്സ് പണ്ട് ഞാൻ വിജയിപ്പിച്ചൊരു കോഴ്സാണ് പല ആപ്പുകളിൽ. ആ കോഴ്സ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, വലിയ വിജയമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്, ചലഞ്ചറിലുണ്ടായിരുന്നു അറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. അതേപോലെ തന്നെ ടീച്ചിങ് LP UP വലിയ വിജയമായിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേപോലെ കേറ്ററ്റ് വലിയ വിജയമായിരുന്നു, റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതും നമ്മൾ മനസ്സിലാക്കി. SSC RRB വളരെ ഗംഭീരമായിട്ടാണ് കോഴ്സ് വരുന്നത്. CSCB കോഴ്സുകൾ എല്ലാ ക്ലാസ്സുകളും എടുത്തു വെച്ചിട്ടുണ്ട്, സെറ്റാണ്. നമ്മൾ അതിനൊരു പ്രൊമോഷൻ ചെയ്തെടുത്താൽ എല്ലാം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മത്സര പരീക്ഷകൾക്കുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ഇവിടെ സജ്ജമാണ്. അതെങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ താഴെ നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, താഴെ നമ്പറുണ്ട്. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും ഡിഗ്രി പ്രിലിംസിൻ്റെ കോഴ്സുണ്ട്, അതുപോലെ തന്നെ LDCയുടെ ലോങ് ടൈം ബാച്ച് വരുന്നുണ്ട്, VFA പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതുണ്ട്, പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്, അതേപോലെ കേറ്ററ്റ് ഉണ്ട്, LP UP വരാൻ പോകുന്ന LP UPയുടെ കോഴ്സുകളുണ്ട്, CSCB ഉണ്ട്. അപ്പം വരുന്ന പരീക്ഷകൾക്ക്, ഏത് പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നവരായാലും നിങ്ങൾക്ക് ഈ കോഴ്സുകളെല്ലാം പർച്ചേസ് ചെയ്യാം. അതിന് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അത്രയും മതിയല്ലേ? അതെ. അതേപോലെ തന്നെ നരസിംഹത്തിൽ തിലകൻ ലാലേട്ടനെ ഒഴിക്കുന്ന പോലെ എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? അതേപോലെ എന്താണ് നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഓക്കെ, നമുക്ക് നിരവധി കോഴ്സുകളുണ്ട്. ഇനി നമുക്ക് ഇല്ലാത്ത കോഴ്സുകൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചെയ്യുന്നത്. എന്തോ ഇല്ലാത്ത നമ്മുടെ കയ്യിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനറെ തന്നെ കൊണ്ടുവന്ന്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലല്ലോ. അതെ, അതായത് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നുണ്ട്, ഇതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപനമായിട്ട് ചോദ്യം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ അഭാവമുണ്ട്, അത് നമുക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. പതുക്കെ ഓരോ കോഴ്സുകളും വിജയിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പം നിലവിലുള്ളതെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് സെറ്റാക്കുക, വരുന്ന ഉദ്യോഗാർത്ഥികളെ തൃപ്തിപ്പെടുത്തുക, അവരുടെ അഭിപ്രായം അനുസരിച്ച് അതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് വരുത്തുക, അങ്ങനെ ആപ്പ് സൈഡ് സെറ്റാക്കുക, നമ്മുടെ സോഷ്യൽ മീഡിയ സെറ്റാക്കുക, അധ്യാപകരെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരെ തന്നെ നിലനിർത്തുക. ഇതിനപ്പുറത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ 5 മാസം കൊണ്ട് നമ്മൾ ഈ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 5 മാസത്തിനുള്ളിൽ നമുക്ക് ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, തീർച്ചയായിട്ടും വലിയൊരു പ്ലാൻ തന്നെയാണ് പറഞ്ഞത്. നമുക്കില്ലാത്തൊരു മേഖല ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ശരിയാണ്, ടെക്നിക്കൽ സൈഡ്. അതെ, വിശാലിന് എന്ത് തോന്നുന്നു? നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് കറക്റ്റ് ദിശയിൽ തന്നെ ആണെന്ന് തോന്നുന്നു? ശരിയായ ദിശയിലാണ്. നമ്മൾ എടുത്തിയാടി എല്ലാം കൂടെ ചെയ്യുന്നതിന് പകരം ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത ചെറിയൊരു കോഴ്സ് ഏതാണ് നിലവിലുള്ള കോഴ്സുകൾ പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, പെർഫെക്റ്റ് ആക്കുക. അതിനുശേഷം ഓരോ കോഴ്സും പെർഫെക്റ്റ് ആയതിനു ശേഷം നമുക്ക് പുതിയ കോഴ്സിൽ, അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. ഓക്കെ, അപ്പം പഴയ ചലഞ്ചർ ആപ്പ് എങ്ങനെയായിരുന്നെന്നും 150 ദിവസങ്ങൾക്ക് ശേഷം എന്തെല്ലാം ആയെന്നും ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെല്ലാമാണെന്നും അതേപോലെ സാറ് വന്നതിന് ശേഷം ഉണ്ടായ എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്നും ഉദ്യോഗാർത്ഥികളുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ടെന്നും എല്ലാം തന്നെ സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ സാറ് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, എങ്കിലും നമ്മുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാനും വിശാഖം വന്നത്. മുന്നോട്ട് തന്നെ പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിഞ്ഞു. ഇനി ഭാവിയിൽ ഒരുപാട് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചലഞ്ചർ അതിൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും നല്ല കോഴ്സ് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇനി പുതിയ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്, ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക്, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ധൈര്യത്തോടു കൂടി തന്നെ വന്ന് കയറാൻ കഴിയുന്ന ഒരു ആപ്പാണ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഇത് അവസാനമല്ല. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നാണ്. കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാത്ത മെലഡീസായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ തൽക്കാലത്തേക്ക് വിട വാങ്ങിയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.